പ്രതിഷേധങ്ങൾക്കൊടുവിൽ PU ചിത്ര വിഷയത്തിൽ നിലപാട് മാറ്റി അത്ലറ്റിക് ഫെഡറേഷൻ. ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് ലോക അത്ലറ്റിക് ഫെഡറേഷന് മെയിൽ അയച്ചു. വിശദാംശങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. മനു, ഇത്തരമൊരു നടപടിയിലേക്ക്, നിലപാട് മാറ്റത്തിലേക്ക് ഫെഡറേഷനെ എത്താൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണോ ഇപ്പോഴത്തെ നടപടികൾ? പ്രജീഷ്, പീപ്പിൾ TV ക്യാമ്പയിൻ ഉൾപ്പെടെ വൻ പ്രതിഷേധം PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുക്കാൻ അവസരം നിഷേധിച്ചുള്ള ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ നീക്കത്തിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ PU ചിത്രയെ ലോക അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ CK വത്സൻ ഇമെയിൽ മുഖാന്തരം ഫെഡറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഇമെയിലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ PU ചിത്രയെ ലോക അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുപ്പിക്കണമെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ PU ചിത്രയ്ക്ക് അവസരം നൽകണമെന്നാണ് ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ മറുപടി ലഭിച്ചതിന് ശേഷം തുടർ നീക്കങ്ങൾ നടത്തുമെന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ PU ചിത്രയ്ക്കുള്ള അവസരവാതിൽ വീണ്ടും തുറക്കപ്പെടുകയാണ്. ഈ CK വത്സരവുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് അറിയിച്ചത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടിയാണ് ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ മറുപടി പ്രതീക്ഷിക്കുന്നത്. ഒരു പോസിറ്റീവായ മറുപടി ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉടൻ തന്നെ ചിത്രയെ ലണ്ടനിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് CK അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ പോസിറ്റീവായ ഒരു നിലപാട് ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, ഭാഗ്യം തുണച്ചാൽ PU ചിത്രയ്ക്ക് വീണ്ടും ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു അവസരം തെളിയും. നേരത്തെ രാവിലെയൊക്കെ വലിയ പ്രതിഷേധവും ശക്തമായിരുന്നു. ഫെഡറേഷൻ സ്വീകരിച്ചിരുന്ന നിലപാട് ഇപ്പോൾ തന്നെ PU ചിത്രയ്ക്ക് സമയം അതിക്രമിച്ചിരുന്നു. PU ചിത്രയുടെ പേര് നൽകേണ്ട സമയം അതിക്രമിച്ചു. ഈ മാസം 24 അവസാന തീയതി. ഇനിയും പേര് നൽകിയാൽ ഫെഡറേഷൻ സ്വീകരിക്കില്ല എന്നായിരുന്നു നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം, ഇതിന് പിന്നാലെ കേന്ദ്ര കായിക മന്ത്രി ഹൈക്കോടതിയിൽ ഇനി എതിർ അപ്പീലുമായി പോകരുതെന്ന നിർദ്ദേശവും നൽകി. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, നിലപാട് മാറ്റത്തിലേക്ക്, പ്രതീക്ഷാജനകമായ മാറ്റത്തിലേക്ക് ഫെഡറേഷൻ കടന്നിരിക്കുന്നത്. ശരി മനു. PU ചിത്രയ്ക്ക് നീതി നിഷേധിക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന മന്ത്രി SC മൊയ്തീൻ. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രിക്ക് SC മൊയ്തീൻ കത്തയച്ചു. തീർച്ചയായും ഞാനിപ്പോൾ അത് നിയമവിദഗ്ധരുമായി ആലോചിക്കാൻ തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിലും സർക്കാരും ആ കാര്യത്തിൽ അന്വേഷണം നടത്തുക. ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് സാങ്കേതികയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ നടന്ന ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കേണ്ടി വരും. ആ രീതിയിലുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോയി കേരളത്തിലെ കായിക ലോകം അങ്ങനെയാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും ആ രീതിയിൽ നിയമപരമായ നടപടികൾ ഉൾപ്പെടെ ചിത്രയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള, കായിക ലോകത്ത് ഇങ്ങനെ ഒരു നീതി നിഷേധം ഇനി വരാതിരിക്കാനുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് കൂടി ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും. ഈ അന്വേഷണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ ലോകത്തിന്റെയും കൈരളിയുടെയും സഹായം ഉണ്ടാകണം. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ PU ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിനും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അതിലേക്കും VS ഇമെയിൽ സന്ദേശം അയച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം ഉപേക്ഷിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും കേരളത്തിന്റെ അഭിമാനതാരം തഴയപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അല്പം പോലും താമസിക്കാതെ കേന്ദ്ര നടപടി സ്വീകരിക്കണമെന്നും VS ഇമെയിലിൽ ആവശ്യപ്പെട്ടു. ലണ്ടനിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി കായിക താരം PU ചിത്രയെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിന് സന്ദേശം അയച്ചു. ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടും മുട്ടുന്യായങ്ങൾ പറഞ്ഞ് അത്ലറ്റിക് ഫെഡറേഷൻ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. PU ചിത്രയെ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TVയുടെ ക്യാമ്പയിൻ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് കേരളത്തിന്റെ 10 ലക്ഷം നിവേദനങ്ങൾ സമർപ്പിക്കും. പ്രതിഷേധത്തിൽ പങ്കാളിയാകാൻ കൈരളി ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കണം. മെഡിക്കൽ കോഴ വിവാദത്തിൽ RS വിനോദിന്റെ സ്ഥിരീകരണം. സതീഷ് നായർക്ക് 25 ലക്ഷം വാങ്ങി നൽകിയെന്ന് RS വിനോദ്. പ്രാഥമിക അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംഘത്തിന് RS വിനോദിന്റെ മൊഴി. BJP നേതാക്കൾക്കെതിരായ മെഡിക്കൽ കോഴ ആരോപണം സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് വിജിലൻസിന് കിട്ടിയത്. പണമിടപാട് നടന്നതായി പ്രാഥമിക അന്വേഷണം നടക്കുന്ന വിജിലൻസിന് മുമ്പാകെ BJP സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദ് സമ്മതിച്ചു. കൺസൾട്ടൻസി ഫീസായി 25 ലക്ഷം രൂപ വർക്കല SR മെഡിക്കൽ കോളേജ് ഉടമ R ഷാജിയിൽ നിന്ന് വാങ്ങി ദില്ലിയിലെ സതീഷ് നായർക്ക് കൈമാറിയെന്നാണ് മൊഴി. തന്റെ ബാങ്കിൽ അക്കൗണ്ടുള്ള രാജേഷ് എന്നയാൾ മുഖേനയാണ് സതീഷ് നായരെ പരിചയം.
മെഡിക്കൽ കൗൺസിലിന്റെ വാർഷിക ഇൻസ്പെക്ഷന് മുന്നോടിയായാണ് സതീഷ് നായർക്ക് തുക വാങ്ങി നൽകിയതെന്നും മൊഴിയിൽ പറയുന്നു. പണം നൽകിയതായി കോളേജ് ഉടമ SR ഷാജിയും വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം BJP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും AK നസീറും വിജിലൻസിനു മുന്നിൽ ഹാജരായില്ല. ഒരാഴ്ച കൂടി സമയം വേണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മിസോറാം ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നത് ക്രമവിരുദ്ധമാണെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. 2016 C&AG റിപ്പോർട്ട് ഇത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇന്നു മുതൽ മിസോറാം ലോട്ടറി വിൽക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിൽക്കുന്നത് പിടിച്ചെടുക്കാൻ GST നിയമം അനുസരിച്ച് ആദായനികുതി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മിസോറാം സർക്കാരിൻ്റെതായിട്ടൊരു കത്ത് ലഭിച്ചു ചീഫ് സെക്രട്ടറിക്ക്. അത് സ്വീകാര്യമല്ല. അപ്പം C&AG പറയുന്നത് 25 രൂപ കഴിച്ച് ബാക്കി മുഴുവൻ പണവും ഇവരുടെ പോക്കറ്റിലേക്കാണ്, നടത്തിപ്പുകാരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഒരു വലിയ പൊതുക്കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം പറഞ്ഞ ആരോപണങ്ങളെ മുഴുവനും C&AG അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ മിസോറാം ലോട്ടറി നിരോധിക്കണം. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള D സിനിമാസിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പൊതുപ്രവർത്തകൻ PD ജോസഫിന്റെ പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദിലീപിനൊപ്പം മുൻ ജില്ലാ കളക്ടർ MSJയും എതിർകക്ഷിയായ പരാതിയിൽ സെപ്റ്റംബർ 13-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് DYSPക്ക് നിർദ്ദേശം നൽകി. D സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. D സിനിമാസിനോട് ചേർന്ന ചാലക്കുടി പുഴയോരത്തുള്ള തോട് കയ്യേറ്റത്തിനായി ഉദ്യോഗസ്ഥരുടെ സഹായം ലഭ്യമായിരുന്നുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും കാട്ടി പൊതുപ്രവർത്തകൻ PD ജോസഫാണ് പരാതി നൽകിയത്. 35 സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമി ദിലീപ് കയ്യേറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജയയാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദി. അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ദിലീപിന്റെ പേരിലും കേസ് എടുക്കണമെന്നാണ് എന്റെ പ്രധാന ആവശ്യം. ദിലീപിന് പുറമെ മുൻ ജില്ലാ കളക്ടർ MSJയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്തി സെപ്റ്റംബർ 13-ന് മുമ്പായി പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. തൃശൂർ വിജിലൻസ് DYSPക്കാണ് അന്വേഷണ ചുമതല. ഭൂമി കയ്യേറ്റത്തിന് പുറമെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സ്വത്തുവകകൾ ദിലീപ് തിയേറ്റർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ PD ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിലവിലെ ജില്ലാ കളക്ടർ A കൗശികൻ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ 27-ന് D സിനിമാസിന്റെ ഭൂമിയിൽ റീസർവേ നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ചെയർമാനായ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി മമ്മൂട്ടിയെയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. കൈരളി ടവറിൽ നടന്ന ഓഹരി ഉടമകളുടെ 17ാമത് വാർഷിക പൊതുയോഗമാണ് ഇരുവരെയും തെരഞ്ഞെടുത്തത്. കാലാവധി അവസാനിച്ച ഡയറക്ടർമാരായ A വിജയരാഘവൻ, AK മൂസ എന്നിവരെ വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് പൊതുയോഗം തെരഞ്ഞെടുത്തിട്ടുണ്ട്. CK കരുണാകരൻ, MM മോനായി, VK മുഹമ്മദ് അഷറഫ്, TR അജയൻ എന്നിവരാണ് മറ്റു ഡയറക്ടർമാർ. പൊതുയോഗം ഐകകണ്ഠനെയാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. നാളിതുവരെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പ്രവർത്തിച്ച കൈരളി ഇനിയും ഈ നിലപാടുമായി മുൻപോട്ടു പോകുമെന്ന് യോഗത്തിൽ ചെയർമാൻ മമ്മൂട്ടി ഉറപ്പ് നൽകി. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് വരുത്താവുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്താവുന്ന സത്യങ്ങളെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. കൈരളിയുടെ സ്ഥാനം ഇപ്പോഴും മറ്റൊരു ചാനലല്ല, വേറിട്ടൊരു ചാനൽ തന്നെയാണ്, വേറിട്ടൊരു പ്രസ്ഥാനം തന്നെയാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ അതുണ്ടാവും എന്ന് ഉറപ്പു തരുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനത്തിൽ നിന്നും കൈരളി പിന്നോട്ടു പോകില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് നേർ ഉയരുന്ന വെല്ലുവിളിയെ പ്രതിരോധിക്കേണ്ടത് ഒരുപക്ഷെ കൈരളി പോലുള്ള മാധ്യമങ്ങളാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലായ്മയാണ് ഒരുപക്ഷെ ഫാഷിസ്റ്റ് ശക്തികൾക്ക് വളർന്ന് പന്തലിക്കാനുള്ള അവസരം സൃഷ്ടിച്ചത്. കേരളം പതിറ്റാണ്ടുകളായി ആർജിച്ച നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രതിബദ്ധതയും അല്ലെങ്കിൽ ആത്മവീര്യവും നിങ്ങൾ ഭാഗഭാക്കായ കൈരളിക്കുണ്ട് എന്ന് ഒരു ഉറപ്പ് ഞാൻ ഈ ജനറൽ ബോഡി യോഗത്തിന് നൽകുകയാണ്.
കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 5 പ്രമേയങ്ങളും പൊതുയോഗം ഐകകണ്ഠേന പാസാക്കി. അന്തരിച്ച സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA സിദ്ധാർത്ഥ മേനോനെ അനുസ്മരിച്ചായിരുന്നു പൊതുയോഗം ആരംഭിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഓഹരി ഉടമകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത 100 കണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. വിജയരാഘവൻ, TR അജയൻ, അഡ്വക്കേറ്റ് MM മോനായി, VK മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, AK മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ M. വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാനൊരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പണവും സ്വാധീനവുമുള്ള ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക്കപ്പ് മർദ്ദനവും 3ാം മുറയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. തന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തെന്നും പോലീസിനോട് മുഖ്യമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, വ്യക്തമായ നിർദ്ദേശം തന്നെ ഓർമ്മപ്പെടുത്തലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചടങ്ങിൽ സംസാരിച്ചത്? പ്രജീഷ്, കോഴിക്കോട്ട് നടക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രി പോലീസുകാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും ഒക്കെ നൽകിയിരിക്കുന്നത്. പണവും അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഒരു കുറ്റവാളിയും ഈ ഭരണകാലത്ത് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എത്ര ഉന്നതരായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. നേരത്തെ അധികാര സ്വാധീനം ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചില കേസുകളിൽ ചില കുറ്റവാളികൾ രക്ഷപ്പെട്ട കാര്യമുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭരണകാലത്തൊക്കെ. എന്നാൽ ഈ ഭരണത്തിൽ അത്തരം ഒരു കാര്യങ്ങൾ നടക്കില്ല. പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്കും കേരള പോലീസ് അടിമപ്പെടേണ്ടതില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ സൂക്ഷിക്കണമെന്നും പിണറായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിണറായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു നിരപരാധി പോലും ഈ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതേസമയം തന്നെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്നും പിണറായി പറഞ്ഞു. സ്ത്രീകൾക്കും അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്കുമെതിരെയുള്ള അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇതിൽ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. ആ നടപടികൾ ഇപ്പോൾ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുവിധ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് കീഴിലല്ല കേരള പോലീസിന്റെ തൊപ്പി എന്നതിൽ ഈ പോലീസുകാർക്ക് അഭിമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസക്തമായ കാര്യം, ലോക്കപ്പ് മർദ്ദനം, 3ാം മുറ, അഴിമതി എന്നിവ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടണം. എന്നാൽ ഇപ്പോഴും അത് ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതികൾ, ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. ഈ പരാതികളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.